ഗലാത്യലേഖനം 5-ാം അധ്യായം 5-6 തിരുവചനങ്ങളിലെ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമെന്ന വേദഭാഗം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ 4-ാം ഭാഗം. കർത്താവ് ആത്മാവിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവെന്ന മഹാദാനത്തെ മുൻകൂറായി അഥവാ അഡ്വാൻസായി നമുക്ക് നൽകിയതിനെ കുറിക്കുവാൻ ആരാബോ എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ അഥവാ നിയമത്തിൻ്റെ പ്രവൃത്തികളാൽ ലഭിക്കുന്ന ദൈവശാസ്ത്രപരമായ അടയാളം മാത്രമായിരുന്നു പരിച്ഛേദനയെന്ന് ഓർക്കുക. 23. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് ശക്തിയോടെ ലഭിക്കുന്ന ജീവനീരുറവയാണ് പരിശുദ്ധാത്മാവെന്ന മഹാദാനമെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന വേദഭാഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. 24. ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം സ്നേഹമാണ്. ക്രിസ്തു ചൊരിഞ്ഞ നിഷ്കളങ്കമായ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അത് സഹവിശ്വാസികളിലേക്കും ശത്രുവിനെ സ്നേഹിക്കുന്നതിലൂടെ മാനവരാശിയിലേക്കും പകരുവാൻ 70 വട്ടം ക്ഷമിക്കുവാൻ യേശുവാകുന്ന നമ്മുടെ രക്ഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.